കഴിഞ്ഞ ദിവസം അപ്സ കെ റെജി എന്നൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അതായത് തനിക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ദുരനുഭവം ഉണ്ടായി എന്നായിരുന്നു ഉള്ളടക്കം. അതിനെ ചൊല്ലി ഒരു 16 സെക്കൻഡുള്ളൊരു വീഡിയോയും ഇട്ടിരുന്നു. എന്തായാലും എനിക്ക് പറയാനുള്ള കേൾക്കും മുമ്പ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കണ്ടില്ലേ, ഇതാണ് അപ്സ കെ റെജി പങ്കുവച്ച വീഡിയോ. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പുള്ളിക്കാരിക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഫേസ് പോലും മറയ്ക്കേണ്ട യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടല്ലോ, ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് അയാളുടെ ഭാഗത്ത് തെറ്റുള്ളതായി പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ബസ്സാവുമ്പോൾ ഒരു സീറ്റിൽ 2 പേരിരിക്കുമ്പോൾ സീറ്റ് നിറയും. അപ്പോൾ നമ്മൾ യാദൃച്ഛികമായി ഓപ്പോസിറ്റ് ആളുടെ തോളിൽ മുട്ടും. അതിനെ അതിൻ്റെ സെൻസിലെടുത്താൽ പോരെ. കാരണം ഈ പറയുന്ന ഞാനാണെങ്കിലും ഡെയിലി കോളേജിൽ പോയി വരുന്നത് ബസ്സിലാണ്. പലതവണ പരിചയമില്ലാത്ത ഫീമെയിൽസിനൊപ്പം ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോയുടെ അടിയിൽ അപ്സ കെ റെജി കുറച്ച് കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് വായിച്ചു നോക്കാം. കൊട്ടാരക്കര കൊല്ലം KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടായ മോശം അനുഭവം. ഏകദേശം 40-50 വയസ്സിനിടയിൽ പ്രായമുള്ള ഈ വ്യക്തി മറ്റു സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നിട്ടും എൻ്റെ അടുത്ത് വന്നിരുന്നു. നല്ല സ്പേസ് ഉണ്ടായിട്ടും മുട്ടിയൊരുമിരുന്നപ്പോൾ തന്നെ ഞാൻ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. എന്നിട്ടും വീണ്ടും അയാൾ അറിയാത്ത ഭാവത്തിൽ എൻ്റെ ദേഹത്തു തൊട്ട് ഇരിക്കാൻ നോക്കുകയായിരുന്നു. മെലിഞ്ഞ ശരീരം ആയിട്ടും അയാൾ എന്നെ മാക്സിമം ഞെരുക്കിയിരുത്താൻ നോക്കി. അത്രയും അൺകംഫർട്ടബിൾ ആയപ്പോൾ തെളിവിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത്. കണ്ടാൽ വെറും മാന്യനാണ്, എന്നാൽ കയ്യിലിരിപ്പ് നല്ലതല്ല. അയാൾ മനഃപൂർവ്വം ദേഹത്ത് കൈവച്ചതാണെന്ന് അവസാനം നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ അയാളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നവരോട് ശ്രദ്ധിച്ചു നോക്കൂ. അയാളുടെ കൈ എൻ്റെ വയറിൻ്റെ ഭാഗത്താണ്. ബ്ലാക്ക് ഡ്രസ്സ് ആയതുകൊണ്ടും മുടി മുമ്പിലേക്ക് ഇട്ടതുകൊണ്ടുമാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തത്. മുമ്പും ഇത്തരം അനുഭവം ഉണ്ടായിട്ടും തെളിവില്ലാത്തതിനാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ആദ്യമേ വീഡിയോ എടുത്തു വെച്ചത്. ഞാൻ കാരണം ഒരാളുടെ കുടുംബം തകർക്കണ്ടല്ലോ എന്ന് കരുതിയാണ് മുഖം മറിച്ചിരിക്കുന്നത്. കണ്ടല്ലോ, കുറിപ്പിൻ്റെ അവസാനം അപ്സ കെ റെജി പറഞ്ഞത് ഞാൻ കാരണം ഒരാളുടെ കുടുംബം തകർക്കണ്ടല്ലോ എന്നോർത്താണ് മുഖം റിവീൽ ചെയ്യാത്തതെന്ന്. അയാൾ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം തെറ്റ് ചെയ്യും മുമ്പ് ഒരു വ്യക്തി ചിന്തിക്കേണ്ട കാര്യമാണ് തനിക്കൊരു കുടുംബമുണ്ട്, ഇങ്ങനെ തെറ്റ് ചെയ്താൽ കുടുംബത്തിന് ചീത്തപ്പേരാണെന്ന്. എന്തായാലും ഈ വീഡിയോനെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ അപ്സ കെ റെജി അടുത്തൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് അതും കൂടി കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഹായ്, ഞാൻ അപ്സ കെ റെജി. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡന്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. അതിന്റെ കമന്റ്സിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാ, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ. അങ്ങനെയൊക്കെ കാണികൾ പറയാൻ എന്താ കാര്യം? നിങ്ങൾ കാണിച്ച വീഡിയോയിൽ തക്കതായ തെളിവുകളില്ല, അതുകൊണ്ട് തന്നെ കുറേ കമന്റ്സ്. ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറെ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ചോദിക്കത്തില്ല. എന്താ? അവർക്ക് കണ്ടന്റ് വേണം. റിയാക്ഷൻ വ്ളോഗേഴ്സിന് അത് തിരക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ പങ്കുവെച്ച വീഡിയോ കണ്ടിട്ട് അതിൽ അവർക്ക് തോന്നിയ സത്യാവസ്ഥയാണ് അവർ റിയാക്ഷൻ വീഡിയോ ആയിട്ട് പങ്കുവെക്കുന്നത്. ഇനി അവരുടെ കുതിര കയറേണ്ട കാര്യമില്ല. കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി, അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയെന്ന്? ഞാൻ നിങ്ങൾ റിയാക്ട് ചെയ്തെങ്കിൽ അതും കൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ ബാധ്യസ്ഥയായിരുന്നു. അയാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളൊരു വീഡിയോ ഇറക്കിയല്ലോ, അതിൽ കാണിച്ച ആവേശം എന്തുകൊണ്ട് നിങ്ങൾ റിയാക്ട് ചെയ്തു എന്ന് പറയുന്ന വീഡിയോ പങ്കുവെക്കാൻ കാണിക്കുന്നില്ല? അപ്പം ആരും വിശ്വസിക്കൂല. കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. പിന്നെ വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട് അയാൾ മാന്യമായിട്ടാണല്ലോ ഇരിക്കുന്നത്, അയാൾ ഒന്നും ചെയ്യുന്നില്ല. അതെനിക്കും തോന്നി, അയാൾ മാന്യമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ആ വീഡിയോ കണ്ട ആർക്കും മനസ്സിലാവും അയാളുടെ കൈ പോലും അനക്കുന്നില്ല. നിങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മാന്യനായിരുന്നു. എന്റെ കമന്റ് സെക്ഷനിലുള്ള കുറെ ആളുകളുണ്ടല്ലോ, അവരാ ഏറ്റവും വലിയ ക്രിമിനൽസ്. ഓഹോ, ഇപ്പൊ കമന്റ് സെക്ഷനിൽ കമന്റ് ഇട്ടവർക്കായോ കുറ്റം? എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, അങ്ങനെയെങ്കിലും നിങ്ങൾ അയാളെ മാന്യനാക്കിയല്ലോ. വളരെയധികം സന്തോഷം. നമ്മൾ പേടിക്കേണ്ടത് അവരെയാണ്.
ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നാളെ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവും വന്ന് പറയുന്നു, അപ്പൊ നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ, അതോ അവരൊന്നും പ്രതികരിച്ചു? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചാൽ തക്കതായ സോളിഡ് എവിഡൻസ് ഇല്ലാതെ ഞങ്ങൾ ഒരിക്കലും അത് പങ്കുവെക്കില്ല. ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തേ പഴമിഴുങ്ങി ഇരുന്നേന്ന് ചോദിക്കൂ. നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇത് കാണുന്ന എന്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ. നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി. വേറൊരു രാജ്യത്തും ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലേ? കേരളത്തിൽ മാത്രമേ ഉള്ളൂ. സമയം കിട്ടുമ്പോൾ ന്യൂസൊക്കെ എടുത്തൊന്ന് വെച്ച് നോക്ക്. കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. സംഭവം സത്യസന്ധമാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾ ആ വിക്ടിമിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അത്രേ ഉള്ളൂ. രക്ഷപ്പെടാൻ നോക്കും. നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്റെ കമന്റ് ബോക്സ്. വീഡിയോയുടെ അവസാനം അപ്സ കേറജി പറഞ്ഞത്, നാട്ടിലുള്ള പെൺകുട്ടികൾക്ക് ഇതുപോലുള്ള ദുരനുഭവം ഉണ്ടായാൽ നമ്മളെപ്പോലുള്ള ജനങ്ങൾ പ്രതികരിക്കില്ലെന്ന്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കില്ല. കാരണം ഏഞ്ചൽ ബേബി അങ്ങനെ ഒട്ടേറെ കണ്ടന്റ് ക്രിയേറ്റർ ഇതുപോലുള്ള അവസ്ഥ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചപ്പോൾ നമ്മൾ അതിനെല്ലാം റിയാക്ട് ചെയ്തതാണ്. പക്ഷേ ആ വീഡിയോയിലെല്ലാം നമ്മൾ സ്ത്രീകളെ ഫേവർ ചെയ്താണ് വീഡിയോ ചെയ്തത്. പക്ഷേ ഇവിടെ മാത്രം നമ്മൾ അപ്സ കേറജിയെ എതിർത്താണ് വീഡിയോ ചെയ്തത്. കാരണം എന്താണ്? അവർ നിരത്തിയ തെളിവുകളിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാത്രമല്ല, അവർ റിയാക്ട് ചെയ്തു എന്ന് അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും കൂടി അവർ വീഡിയോ ആക്കേണ്ടതാണ്. അതും ഇവിടെ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.